കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയതിന്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ചുവട് പിടിച്ച് US ഫെഡും 2024 തന്നെ ഒരു പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജെറോം പവൽ പറയുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും അധികം പ്രകടമാകുന്നത് IT സെക്ടറിലെ സ്റ്റോക്കുകളിലായിരിക്കും. IT സെക്ടറിൽ നിന്നും വരും ദിവസങ്ങളിൽ ന്യൂസ് ബേസ്ഡ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.36% ഇടിഞ്ഞ് 1488 ക്ലോസിംഗ് നൽകി. 6 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.5, ഡിവിഡൻഡ് യീൽഡ് 2.5%, 52 വീക്ക് ഹൈ 1733, 52 വീക്ക് ലോ 1262. ഒരു മാസം കൊണ്ട് ഇൻഫോസിസ് 2%, ഒരു വർഷം കൊണ്ട് ഇൻഫോസിസ് 15% റിട്ടേൺ നൽകിയപ്പോൾ 2024 കമ്പനി ഫ്ലാറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഇൻഫോസിസ് ഇൻഡെക്സിൻ്റെ പെർഫോമൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ IT സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം അണ്ടർ പെർഫോം ചെയ്യുകയാണ്. LTI മാൻഡ്രി പോലുള്ള പല സ്റ്റോക്കുകൾ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ് സ്വീഡിഷ് ഫർണിച്ചർ റീറ്റെയിൽ ഗ്രൂപ്പായ ഐക്കിയയുടെ സൈഡിൽ നിന്നും ഇൻഫോസിസിന് $100 മില്യൺ, അതായത് 860 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തേക്കുള്ള ഒരു ഡീലിലാണ് ഇൻഫോസിസും ഐക്കിയ എന്ന ഫർണിച്ചർ റീറ്റെയിലർ കമ്പനിയും തമ്മിലെത്തിയിരിക്കുന്നത്. ഐക്കിയ എന്ന ഫർണിച്ചർ റീറ്റെയിലർ കമ്പനിയുടെ ഡിജിറ്റൽ ഓപ്പറേഷൻസും ഡിജിറ്റൽ ടൂൾസും ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്ട്രീം ലൈനിങ് ഓപ്പറേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഐക്കിയ എന്ന കമ്പനി ഇൻഫോസിസുമായി ധാരണയിലെത്തിയിരിക്കുന്നത്. ഇൻഫോസിസ് നോർഡിക് റീജിയനിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. നോർഡിക് സെക്ടറിലെ മറ്റൊരു ബാങ്കിന് ഇൻഫോസിസിന് $484 മില്യൺ ഒരു ഡീൽ കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. ഇവിടെ ഇൻഫോസിസിന് തുടർച്ചയായി വലിയ ഡീലുകൾ ലഭിക്കുന്നത് IT കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മാർക്കറ്റ് അപ്ഡേറ്റ് പ്രകാരം ഇൻഫോസിസിൻ്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 റിസൾട്ട് ജൂലൈ 18 പുറത്തുവരുന്നത്. ഈ Q1 റിസൾട്ടിൽ വലിയ ഡീലുകളുടെ പശ്ചാത്തലത്തിൽ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിൽ സ്റ്റെബിലിറ്റിയും കമ്പനിയിൽ കൺസിസ്റ്റൻറ്റും കൂടാതെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസും പ്രതീക്ഷിക്കാമെന്ന് മാനേജ്മെൻറ്റ് CNBC TV18 നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു. CNBC TV18 പോള് പ്രകാരം 2 മുതൽ 6% റവന്യൂ ഗ്രോത്താണ് ഇൻഫോസിസിൽ നിന്നും കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റ മാർജിൻ ഗ്രോത്ത് 20 മുതൽ 22% ഉയരാൻ സാധ്യതയുണ്ടെന്നും CNBC TV18 പോളിൻ്റെ അനലിസ്റ്റുകൾ പറയുന്നു. ഇൻഫോസിസ് എന്ന സ്റ്റോക്കിന് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ബൈ എന്ന റേറ്റിംഗും 1650 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. വളരെ വലിയ ഡീലുകൾ പൈപ്പ് ലൈനിലായിരിക്കുന്നതും പ്രോജക്റ്റ് മാക്സിമസിൻ്റെ ബെനിഫിറ്റ് 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിക്ക് ലഭിച്ചു തുടങ്ങുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ഇൻഫോസിസിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 1650 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് 1400-നടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം 1488-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1450 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 1500-ന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ 1550, 1600, 1650 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുണ്ട്. സ്റ്റോക്കിൻ്റെ ചില പാസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്കിലൊരു ബൈയിങ് മൊമെൻറ്റം വരികയും ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് മീറ്റ് ചെയ്യാതാകുമ്പോൾ സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്യുന്ന ട്രെൻഡാണ് കാണുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് കെമിക്കൽ സെക്ടർ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളെക്കുറിച്ചുള്ള മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിസർച്ച് റിപ്പോർട്ടാണ്. മോർഗൻ സ്റ്റാൻലി ചില കെമിക്കൽ സെക്ടർ സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്യുകയും ടാർഗറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി കെമിക്കൽ സെക്ടർ സ്റ്റോക്കുകൾക്ക് നൽകിയ ടാർഗറ്റ് അല്ല ഇവിടെ പ്രധാനം, മറിച്ച് കെമിക്കൽ സെക്ടർ ഫേസ് ചെയ്യുന്ന ചില ഓൺഗോയിങ് ചലഞ്ചുകളും അതിനനുസരിച്ച് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എങ്ങനെ പ്രിപ്പയർ ആകണം എന്നതുമാണ്. മോർഗൻ സ്റ്റാൻലി പറയുന്നത് 2023 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കാര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 കൂടിയായിരിക്കും കെമിക്കൽ സെക്ടറിൽ ചെറിയ രീതിയിലുള്ള ഒരു റിക്കവറി വരിക. കെമിക്കൽ സെക്ടറും ഷോർട്ട് ടൈമിൽ വളരെ വലിയ ചലഞ്ചസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏണിംഗ് സൈക്കിൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക സ്റ്റോക്കുകളും സൈഡ് ലൈൻ ട്രെൻഡ് തുടരാനാണ് സാധ്യതയെന്നാണ്
മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കെമിക്കൽ സെക്ടറിലെ ടാറ്റ കെമിക്കൽ, ആരതി ഇൻഡസ്ട്രീസ്, SRF തുടങ്ങിയ സ്റ്റോക്കുകളെ വീക്ക് ഗ്രോത്ത് ഔട്ട്ലുക്കിൻ്റെ പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടാറ്റ കെമിക്കൽസിനെ അണ്ടർ വെയ്റ്റ് കാറ്റഗറിയിലേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. SRF, ആരതി ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഓവർ വെയ്റ്റിൽ നിന്നും ഈക്വൽ വെയ്റ്റ് കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തു. ആരതി ഇൻഡസ്ട്രീസിൻ്റെ പ്രൈസിംഗ് പവർ കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആരതി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് 613 രൂപ വരെ ഇടിയും, അതായത് ഏകദേശം കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 6% ഇടിയുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. SRFിൻ്റെയും വീക്ക് ഗ്രോത്ത് ഔട്ട്ലുക്കിൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ കമ്പനിയുടെ പാക്കിംഗ് ബിസിനസ്സിൽ കമ്പനി നേടുന്ന പ്രൊലോങ്ഡ് ചലഞ്ചസിൻ്റെയും പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി SRF എന്ന സ്റ്റോക്കിന് 17% ഡൗൺ സൈഡിൽ 2115 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സോഡ ആഷിൻ്റെ സപ്ലൈ ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ കെമിക്കൽ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്ന് മോർഗൻ സ്റ്റാൻലി പറയുന്നു. ടാറ്റ കെമിക്കൽസ് ഏകദേശം 7% ഇടിഞ്ഞ് 843 രൂപ വരെ എത്തുമെന്ന് മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ നവീൻ ഫ്ലൂറൈൻ, PI ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടില്ല. നവീൻ ഫ്ലൂറൈൻ്റെ ടാർഗറ്റ് 2633 രൂപയിലേക്ക് കുറയ്ക്കുകയും അണ്ടർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ PI ഇൻഡസ്ട്രീസിന് അണ്ടർ വെയ്റ്റ് നൽകുകയും ടാർഗറ്റ് 3245 നിന്നും 3350 ഉയർത്തുകയും ചെയ്തു. കെമിക്കൽ സെക്ടറിൽ ഒരു സ്പീഡി റിക്കവറി 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 ശേഷം പ്രതീക്ഷിക്കാമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. കെമിക്കൽ സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും ഡീബോട്ടിൽനെക്കിംഗ് ഇനിഷ്യേറ്റീവ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ഒട്ടുമിക്ക കമ്പനികൾ, അതായത് SRF പോലുള്ള കമ്പനികൾ കപ്പാസിറ്റി എക്സ്പാൻഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെൻട്രി ഡീസ്റ്റോക്കിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും പ്രൈസ് സ്റ്റെബിലൈസേഷൻ കമ്പനികൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റീസ്റ്റോക്കിംഗ് ഇംപ്രൂവ് ആവുകയും കോമ്പറ്റീറ്റീവ് പ്രഷറുകൾ കുറയുകയും മോണിറ്റൈസേഷൻ പ്രഷറുകളും മാർജിനും ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q2 ശേഷം കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കാമെന്നാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത്. അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 അവസാനം വരെ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ചിലപ്പോൾ സൈഡ് വേസ് ട്രെൻഡ് തുടർന്നേക്കാം. ഈ സെക്ടറിൽ നിന്ന് മോർഗൻ സ്റ്റാൻലി ഡൗൺഗ്രേഡ് ചെയ്തെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള 2 സ്റ്റോക്കുകളാണ് ആരതി ഇൻഡസ്ട്രീസും SRFും. ആരതി ഇൻഡസ്ട്രീസ് 2022 ഏകദേശം 1150 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 500 രൂപയ്ക്ക് അടുത്തെത്തുകയും 500 രൂപയിൽ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് 750 വരെ എത്തുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും 550 എന്ന സപ്പോർട്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം 675 ട്രേഡ് ചെയ്യുന്നു. 550 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ നിന്നും ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറഞ്ഞ രീതിയിൽ ആരതി ഇൻഡസ്ട്രീസ് പോലുള്ള മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കിനെ അക്കൂമുലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേസമയം വളരെ പെട്ടെന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ലാത്തവരോ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളെ താൽക്കാലികമായി ഒഴിവാക്കാവുന്നതാണ്. SRF എന്ന സ്റ്റോക്കും ഒരു പ്രത്യേക റേഞ്ചിനുള്ളിലാണ് കഴിഞ്ഞ 2 വർഷമായി ട്രേഡ് ചെയ്യുന്നത്. SRFിനെ സംബന്ധിച്ചിടത്തോളം 2050 രൂപയുടെ സ്ട്രോങ് സപ്പോർട്ടും 2700 രൂപയുടെ സ്ട്രോങ് റെസിസ്റ്റൻസുമാണുള്ളത്. 2400 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 2100, 2050 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ പൊസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.